Solid state. Section 6. Electrical properties of solids. ഈ ടോപ്പിക്കിലെ ഒന്നാമത്തെ ക്ലാസ്സാണ്. ചോദ്യത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 43. Give the classification of solids based on electrical properties. ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് അനുസരിച്ച് സോളിഡ്സ് എത്ര തരത്തിലുണ്ട്, അവയുടെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്, ഇതാണ് ചോദ്യത്തിൻ്റെ അർത്ഥം. ഉത്തരം നോക്കാം. ദർ ആർ 3 ടൈപ്സ്. ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി അനുസരിച്ച് 3 തരം സോളിഡ്സ് ഉണ്ട്. ഒന്ന്, substances which conduct electricity are known as conductors. ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്ന പദാർത്ഥങ്ങളെ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കും. വൈദ്യുതിയെ കടത്തിവിടുന്ന പദാർത്ഥങ്ങളാണ് കണ്ടക്ടേഴ്സ്, ചാലകങ്ങൾ. എക്സാമ്പിൾ: അയൺ, കോപ്പർ, അലുമിനിയം, സിൽവർ. സിൽവറിൻ്റെ സിമ്പൽ Ag ആണ്. 2, substances which do not conduct electricity are known as insulators or non-conductors. വൈദ്യുതിയെ കടത്തിവിടാത്ത പദാർത്ഥങ്ങളെ ഇൻസുലേറ്റേഴ്സ് എന്ന് വിളിക്കും. എക്സാമ്പിൾ: റബ്ബർ, പ്ലാസ്റ്റിക്, ഗ്ലാസ്, ഇതെല്ലാം ഇൻസുലേറ്റേഴ്സാണ്. മൂന്നാമത്തെ, സബ്സ്റ്റാൻസസ് വിച്ച് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഓൺലി അറ്റ് ഹൈ ടെമ്പറേച്ചർ ആർ നോൺ ആസ് സെമി കണ്ടക്ടേഴ്സ്. ഉയർന്ന ടെമ്പറേച്ചറിൽ മാത്രം വൈദ്യുതിയെ കടത്തിവിടുന്ന പദാർത്ഥങ്ങളാണ് സെമി കണ്ടക്ടേഴ്സ്. അപ്പോൾ നോക്കൂ, സോ ദേ ആർ ഇൻസുലേറ്റേഴ്സ് അറ്റ് ലോവർ ടെമ്പറേച്ചർ ആൻഡ് കണ്ടക്ടേഴ്സ് അറ്റ് ഹയർ ടെമ്പറേച്ചർ. ഉയർന്ന ടെമ്പറേച്ചറിൽ മാത്രം കണ്ടക്ടേഴ്സായിട്ട് പെരുമാറും. ഇത്തരത്തിലുള്ള പദാർത്ഥങ്ങളാണ് സെമി കണ്ടക്ടേഴ്സ്. എക്സാമ്പിൾ: സിലിക്കൺ, ജർമേനിയം. ഇനി നമുക്ക് കണ്ടക്ടിവിറ്റി വാല്യൂസ് കൂടെ പഠിക്കാം. കണ്ടക്ടേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റി വാല്യൂ കൂടുതലാണ്. അതിൻ്റെ ഓർഡർ നോക്കൂ, 10⁻⁷ ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് ആണ്. ഇൻസുലേറ്റേഴ്സ് ആണെങ്കിൽ കണ്ടക്ടിവിറ്റി വാല്യൂ കുറവാണ്. 10⁻⁻20 10⁻⁻10 ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ്, ഇതാണ് അതിൻ്റെ റേഞ്ച്. സെമി കണ്ടക്ടേഴ്സ് ആണെങ്കിൽ റേഞ്ച് നോക്കൂ, 10⁻⁻6 10⁻⁴ ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ്. ഈ വാല്യൂ കൂടെ പഠിക്കുക. ഇപ്പോൾ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി അനുസരിച്ച് 3 തരം സോളിഡ്സ് ഉണ്ട്: കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്. ശരിയായല്ലോ? ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 44. റൈറ്റ് എ നോട്ട് ഓൺ ബാൻഡ് തിയറി. ബാൻഡ് തിയറിയെ കുറിച്ചൊരു നോട്ട് അല്ലെങ്കിൽ വിശദീകരിക്കുക. ഉത്തരം നോക്കാം. ബാൻഡ് തിയറി എക്സ്പ്ലെയിൻസ് കണ്ടക്ടിവിറ്റി ഓഫ് സോളിഡ്സ്. സോളിഡ്സിൻ്റെ കണ്ടക്ടിവിറ്റി വിശദീകരിക്കാൻ പറ്റിയ നല്ല ഒരു തിയറിയാണ് ബാൻഡ് തിയറി. ഫോളോയിങ് ആർ ദി മെയിൻ കൺസെപ്റ്റ്സ് ഓഫ് ബാൻഡ് തിയറി. താഴെ പറയുന്നവയാണ് ബാൻഡ് തിയറിയിലെ പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ, ആശയങ്ങൾ. ഓരോന്നായി ചർച്ച ചെയ്യാം. ആദ്യത്തേത് നോക്കൂ. ഇൻ എ മെറ്റൽ എ നമ്പർ ഓഫ് മെറ്റൽ ആറ്റംസ് ആർ പ്രസൻറ്റ്. ഒരു മെറ്റലിൽ ഒരുപാട് മെറ്റൽ ആറ്റങ്ങളുണ്ട്. ദേ ലൈ ക്ലോസർ. ഈ മെറ്റൽ ആറ്റങ്ങൾ അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്നു. സോ അതുകൊണ്ട് അറ്റോമിക് ഓർബിറ്റൽസ് ആർ ക്ലോസ്. അറ്റോമിക് ഓർബിറ്റൽസ് വളരെ അടുത്താണ്.
ആൻഡ് ദേ അപ്പിയർ ആസ് എ യൂണിറ്റ്, അതുകൊണ്ട് അവരൊരു യൂണിറ്റായി കാണപ്പെടുന്നു. നോൺ ആസ് ബാൻഡ്, ആ യൂണിറ്റിനെയാണ് ബാൻഡ് എന്ന് പറയുന്നത്. ഒരു മെറ്റലിൽ ഒരുപാട് മെറ്റൽ ആറ്റങ്ങളുണ്ട്. മെറ്റൽ ആറ്റങ്ങൾ അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് അറ്റോമിക് ഓർബിറ്റൽസ് വളരെ അടുത്ത് സ്ഥിതി ചെയ്യും. അതുകൊണ്ട് അവർ ഈ അറ്റോമിക് ഓർബിറ്റൽസ് ഒരു യൂണിറ്റായിട്ട് കാണപ്പെടും. ആ യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് ബാൻഡ്. ഇപ്പം ഈർക്കിലുകൾ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുമ്പോൾ അതൊരു യൂണിറ്റായിട്ട് നമുക്ക് തോന്നും. അതിനെയാണ് നമ്മൾ ചൂല് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഈർക്കിലുകൾ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുമ്പോൾ അല്ലേ ഒരു യൂണിറ്റായി കിട്ടും. ആ യൂണിറ്റാണ് ചൂല്. പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി അങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രം. ഒന്നുകൂടെ വിശദീകരിക്കാം. വണ്ണസ് ഓർബിറ്റൽസ് ലൈ ക്ലോസർ ടു ഫോം വണ്ണസ് ബാൻഡ്. എങ്ങനെയാണ് വണ്ണസ് ബാൻഡ് ഉണ്ടാവുക? കുറേ വണ്ണസ് ഓർബിറ്റൽസ് തൊട്ടടുത്ത് സ്ഥിതി ചെയ്താൽ വണ്ണസ് ബാൻഡ് ഉണ്ടാവും. 2s ഓർബിറ്റൽസ് അടുത്തടുത്ത് സ്ഥിതി ചെയ്താൽ 2s ബാൻഡ്. അപ്പോൾ 1s ബാൻഡ്, 2s ബാൻഡ്, 2p ബാൻഡ്, 3s ബാൻഡ്, ഇങ്ങനെയാണ് ബാൻഡുകൾ ഉണ്ടാകുന്നത്. രണ്ട് തരം ബാൻഡുകളുണ്ട്, VBയും CBയും. VBയും CBയും, VBയും CBയും. ഒന്ന് വാലൻസ് ബാൻഡ്, മറ്റൊന്ന് കണ്ടക്ഷൻ ബാൻഡ്. ഹയസ്റ്റ് ഒക്യുപ്പൈഡ് എനർജി ബാൻഡ് ഈസ് നോൺ ആസ് വാലൻസ് ബാൻഡ്. ഇതിൻ്റെ അർത്ഥം പറയാം. ഇലക്ട്രോൺ ഉള്ളതും എനർജി കൂടുതലുള്ളതുമായ ബാൻഡ്. ഇലക്ട്രോൺ ഉള്ളതും എനർജി കൂടുതലുള്ളതുമായ ബാൻഡാണ് വാലൻസ് ബാൻഡ്. അതിൻ്റെ വിപരീതം ലോവസ്റ്റ് അൺഒക്യുപ്പൈഡ് എനർജി ബാൻഡ് ഈസ് നോൺ ആസ് കണ്ടക്ഷൻ ബാൻഡ്. ഇലക്ട്രോൺ ഇല്ലാത്തതും എനർജി കുറവുള്ളതുമായ ബാൻഡാണ് കണ്ടക്ഷൻ ബാൻഡ്. ഇലക്ട്രോൺ ഇല്ലാത്തതും എനർജി കുറവുള്ളതുമായ ബാൻഡാണ് കണ്ടക്ഷൻ ബാൻഡ്. അപ്പോൾ ഹയസ്റ്റ് ഒക്യുപ്പൈഡ് എനർജി ബാൻഡ് ഈസ് നോൺ ആസ് വാലൻസ് ബാൻഡ്. ലോവസ്റ്റ് അൺഒക്യുപ്പൈഡ് എനർജി ബാൻഡ് ഈസ് നോൺ ആസ് കണ്ടക്ഷൻ ബാൻഡ്. ഒന്നുകൂടെ വിശദീകരിക്കാം. സോഡിയത്തിൽ 11 ഇലക്ട്രോൺ ഉണ്ട്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതാം. 1s 2 ഇലക്ട്രോൺ, 2s 2, 2p 6, 10 2 4 അല്ലേ 6 10. 3s 1 11ാമത്തെ ഇലക്ട്രോൺ. 3p 3d ഇതിലൊന്നും ഇലക്ട്രോൺ ഇല്ല. അപ്പോൾ ഇലക്ട്രോൺ ഉള്ളതും എനർജി കൂടുതലുള്ളതുമായ ഓർബിറ്റൽ 3s ആണ്. 3s ഓർബിറ്റൽസ് കുറേ എണ്ണം കൂടിച്ചേർന്നാൽ 3s ബാൻഡായി. അപ്പോൾ 3s ബാൻഡാണ് എനർജി കൂടുതലുള്ള ബാൻഡ്. എനർജി കൂടുതലുള്ളതും ഇലക്ട്രോൺ ഉള്ളതുമായ ബാൻഡ് 3s ബാൻഡാണ്. 3s ബാൻഡാണ് വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത്. അല്ലേ 1sനേക്കാൾ എനർജി കൂടും 2sന്, 2sനേക്കാൾ എനർജി 2pക്ക് കൂടും, 2pയേക്കാൾ എനർജി കൂടുതലാണ് 3sന്. അപ്പോൾ ഇലക്ട്രോൺ ഉള്ളതും എനർജി കൂടുതലുള്ളതുമായ ബാൻഡ് 3s ആണ്. ഇതാണ് വാലൻസ് ബാൻഡ്. 3p 3d ഇതൊക്കെ നോക്കൂ. 3pക്കാണ് എനർജി കുറവ്, ഇലക്ട്രോൺ ഇല്ല അല്ലേ. എനർജി കുറവാണ്, ഇലക്ട്രോൺ ഇല്ലതാണ്. അപ്പോൾ ലോവസ്റ്റ് അൺഒക്യുപ്പൈഡ് എനർജി ബാൻഡ് 3p ആണ്. അതായത് കണ്ടക്ഷൻ ബാൻഡ് 3p ആണ്. ഇലക്ട്രോൺ ഇല്ലാത്തതും എനർജി കുറവുള്ളതുമായ ബാൻഡ് 3p ആണ് വരുന്നത്. അപ്പോൾ സോഡിയത്തിലെ വാലൻസ് ബാൻഡ് ഏതാ? 3s ബാൻഡ്. കണ്ടക്ഷൻ ബാൻഡ് ഏതാ? 3p. അപ്പോൾ ഇലക്ട്രോൺ ഉള്ളതും എനർജി കൂടുതലുള്ളതുമായ ബാൻഡാണ് VB. ഇലക്ട്രോൺ ഇല്ലാത്തതും എനർജി കുറവുള്ളതുമായ ബാൻഡാണ് CB. ആ ഡെഫിനിഷൻ കറക്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. ശരിയല്ല. VBയും CBയും തമ്മിലുള്ള എനർജി ഡിഫറൻസിനെ എനർജി ഗ്യാപ്പ് എന്ന് വിളിക്കും. ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് ഈസ് നോൺ ആസ് എനർജി ഗ്യാപ്പ്, അല്ലെങ്കിൽ ഫോർബിഡൻ സോൺ എന്ന് വിളിക്കും. ചില ബുക്കിൽ അങ്ങനെയാണ്, ഫോർബിഡൻ സോൺ. ഇപ്പോൾ എങ്ങനെയാണ് ബാൻഡ് ഉണ്ടാവുന്നത്? ബാൻഡുകൾ എത്ര തരത്തിലുണ്ട്? ഇതൊക്കെ നമ്മൾ കണ്ടു. നോട്ടൊക്കെ നന്നായിട്ട് എഴുതിയെടുക്കണം. ഇനി കണ്ടക്ടിവിറ്റിയുടെ വിശദീകരണമാണ്. എക്സ്പ്ലനേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി ഒരു ചിത്രത്തിലൂടെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. ചിത്രം നോക്കൂ. ഈ ഓറഞ്ച് കളറിൽ കാണിച്ചിരിക്കുന്നത് VB ആണ്. ഇവിടെ ഇലക്ട്രോൺ ഉണ്ട്, ഫിൽഡ് ബാൻഡാണ്.
ഈ വൈറ്റ് കളറിൽ കാണിച്ചിരിക്കുന്നത് സി ബി ആണ്, കണ്ടക്ഷൻ ബാൻഡ്. ഇൻസുലേറ്റർ ആണിത്. ഇൻസുലേറ്ററിലെ പ്രത്യേകത നോക്കൂ, ബി ബിയും സി ബിയും തമ്മിലുള്ള ഗ്യാപ്പ് കൂടുതലാണ്, എനർജി ഗ്യാപ്പ് കൂടുതലാണ്. ബി ബിയിൽ നിന്ന് ഇലക്ട്രോണുകൾക്ക് സി ബിയിലേക്ക് ചാടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇൻസുലേറ്റേഴ്സ് ഇലക്ട്രിസിറ്റി കടത്തിവിടില്ല. ഇലക്ട്രോൺസ് കനോട്ട് ജമ്പ് ഫ്രം ബി ബി ടു സി ബി ബിക്കോസ് എനർജി ഗ്യാപ്പ് ഈസ് ഹൈ. സോ ഇൻസുലേറ്റേഴ്സ് ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. കണ്ടക്ടർ ആണെങ്കിലോ ബി ബിയും സി ബിയും തമ്മിലുള്ള ഗ്യാപ്പ് കുറവാണ്, സീറോ എനർജി ഗ്യാപ്പാണ്. ഇലക്ട്രോൺസ് ക്യാൻ ഈസിലി ജമ്പ് ഫ്രം ബി ബി ടു സി ബി. സോ കണ്ടക്ടേഴ്സ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഇപ്പോൾ കണ്ടക്ടേഴ്സിൽ എനർജി ഗ്യാപ്പ് കുറവാണ്, അതുകൊണ്ട് ബി ബിയിൽ നിന്നും സി ബിയിലേക്ക് ഇലക്ട്രോണുകൾക്ക് പെട്ടെന്ന് ചാടാം, മൂവ് ചെയ്യാം. അതുകൊണ്ടാണ് ഇവർ വൈദ്യുതിയെ പെട്ടെന്ന് കടത്തിവിടുന്നത്. സെമി കണ്ടക്ടർ ആണെങ്കിൽ എനർജി ഗ്യാപ്പ് അത്യാവശ്യം വലുതാണ്. അത്യാവശ്യം വലുതായതുകൊണ്ടാണ് എന്താ പ്രത്യേകത? ഉയർന്ന ടെമ്പറേച്ചറിൽ മാത്രമേ ബി ബിയിൽ നിന്ന് സി ബിയിലേക്ക് ഇലക്ട്രോൺസിന് ചാടാൻ പറ്റൂ. ഇലക്ട്രോൺസ് ക്യാൻ ജമ്പ് ഫ്രം ബി ബി ടു സി ബി ഓൺലി അറ്റ് ഹയർ ടെമ്പറേച്ചർ. അപ്പോൾ ഈ ചിത്രം കണ്ടാൽ നമുക്ക് എല്ലാം എഴുതാൻ പറ്റും. കണ്ടക്ടേഴ്സിൽ എനർജി ഗ്യാപ്പ് കുറവാണ്, ഇൻസുലേറ്റേഴ്സിൽ എനർജി ഗ്യാപ്പ് വളരെ കൂടുതലാണ്, സെമി കണ്ടക്ടേഴ്സിൽ അത്യാവശ്യം വലുപ്പമുള്ള ഒരു എനർജി ഗ്യാപ്പാണ്. ഇത് വെച്ച് നമുക്ക് കണ്ടക്ടിവിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ കാര്യങ്ങൾ താഴെ നോട്ടായിട്ടുണ്ട്, ആ നോട്ട് എഴുതിയെടുക്കാം. ഇൻ മെറ്റൽസ് എനർജി ഗ്യാപ്പ് ഈസ് വെരി സ്മോൾ, അല്ലെങ്കിൽ സീറോ എനർജി ഗ്യാപ്പ്. സോ ഇലക്ട്രോൺസ് ക്യാൻ ജമ്പ് ഫ്രം ബി ബി ടു സി ബി ഓൺ അപ്ലൈയിങ് എ പൊട്ടൻഷ്യൽ. സോ മെറ്റൽസ് ഈസിലി കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അതുകൊണ്ട് മെറ്റലുകൾക്ക് വൈദ്യുതി പെട്ടെന്ന് കടത്തിവിടാൻ പറ്റും. രണ്ട് പോയിന്റുകൾ നോക്കണം. ഇൻ സം മെറ്റൽസ് വാലൻസ് ബാൻഡ് മേ ബി ഹാഫ് ഫിൽഡ്. ചില മെറ്റലുകളിൽ വാലൻസ് ബാൻഡ് ഹാഫ് ഫിൽഡ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ സോഡിയമാണ്. സോഡിയത്തിലെ വാലൻസ് ബാൻഡ് 3s ആണ്. 3sൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. 2 ഇലക്ട്രോൺ എസ്സിൽ കൊള്ളുമെന്ന് നമുക്കറിയാം. പക്ഷേ എസ്സിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. സോഡിയത്തിൽ 3sൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അതുകൊണ്ട് 3s ബാൻഡ് ഹാഫ് ഫിൽഡ് ആണ്. 3s ബാൻഡ് ഹാഫ് ഫിൽഡ് ആണെങ്കിൽ ആ ബാൻഡിൻ്റെ ഉള്ളിൽ തന്നെ ഇലക്ട്രോണുകൾക്ക് മൂവ് ചെയ്യാം. വാലൻസ് ബാൻഡിൻ്റെ ഉള്ളിൽ തന്നെ ഇലക്ട്രോൺസിന് മൂവ് ചെയ്യാൻ പറ്റും. കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകേണ്ട ആവശ്യം ഇല്ല എന്ന് തന്നെ പറയാം. അപ്പം അതുകൊണ്ട് സോഡിയം നല്ല കണ്ടക്ടറാണ്. സോ സോഡിയം ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ സോഡിയം നല്ല കണ്ടക്ടർ ആവാൻ കാരണം ബി ബി ഹാഫ് ഫിൽഡ് ആണ്. ആ പോയിന്റ് നോക്കണം. മഗ്നീഷ്യത്തിലാണെങ്കിൽ ബി ബിയും സി ബിയും ഓവർലാപ്പ് ചെയ്യും. അതായത് എനർജി ഗ്യാപ്പ് 0 ആണ്. അതുകൊണ്ട് മഗ്നീഷ്യം നല്ല കണ്ടക്ടറാണ്. ഈ പോയിന്റ് നോക്കണം. മഗ്നീഷ്യം നല്ല കണ്ടക്ടർ ആവാൻ കാരണം എന്ത്? എനർജി ഗ്യാപ്പ് 0 ആണ്. ബിക്കോസ് ബി ബി ആൻഡ് സി ബി വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് ഓവർലാപ്പ്. മഗ്നീഷ്യത്തിലെ വാലൻസ് ബാൻഡ് 3s ആണ്. ഉണ്ടോ? ഈ പച്ച നിറത്തിൽ കാണിച്ചിരിക്കുന്നത് 3s ആണ്. കണ്ടക്ഷൻ ബാൻഡ് 3p ആണ്. 3sഉം 3pയും ഓവർലാപ്പ് ചെയ്യും. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ഇലക്ട്രോൺസിന് ബി ബിയിൽ നിന്ന് സി ബിയിലേക്ക് പോകാൻ പറ്റും. സോ മഗ്നീഷ്യം ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ശരിയല്ലോ? നോട്ട് എഴുതണം. Insulators do not conduct electricity. This is due to large energy gap between valence band and conduction band. നമ്മൾ കണ്ട പോയിന്റാണ്. ഓക്കെ, അടുത്തതും പറഞ്ഞു. ഇൻ സെമി കണ്ടക്ടേഴ്സ് എനർജി ഗ്യാപ്പ് ഈസ് ഫെയർലി ലാർജ്. സോ ഓൺലി അറ്റ് ഹയർ ടെമ്പറേച്ചർ ഇലക്ട്രോൺസ് ക്യാൻ ജമ്പ് ഫ്രം ബി ബി ടു സി ബി. സോ സെമി കണ്ടക്ടേഴ്സ് ഷോ കണ്ടക്ഷൻ അറ്റ് ഹയർ ടെമ്പറേച്ചർ. അപ്പോൾ കണ്ടക്ടിവിറ്റി വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബാൻഡ് തിയറി ഉപയോഗിച്ച് പറ്റും. ഇത് നന്നായിട്ട് പഠിക്കുക. ചിത്രം ഒന്നുകൂടെ കാണാം. ഇൻസുലേറ്റർ ആണെങ്കിൽ എനർജി ഗ്യാപ്പ് കൂടുതൽ ഉണ്ടോ? ബി ബി സി ബി. ഫോർബിഡൻ സോൺ എന്നുള്ള പേരുണ്ട്.
ലാർജ് എനർജി ഗ്യാപ്പാണ്. വി ബിയിൽ നിന്ന് സി ബിയിലേക്ക് ചാടാൻ ബുദ്ധിമുട്ടാണ്. മെറ്റലിലാണെങ്കിൽ വി ബിയും സി ബിയും ഓവർലാപ്പ് ചെയ്യുന്നു. വി ബി സി ബി ഓവർലാപ്പ് ചെയ്യുന്നു. മഗ്നീഷ്യത്തിലെ കേസ് ഇതാണ്. സോഡിയത്തിലെ കേസ് ഇതാണ്. വി ബി ഹാഫ് ഫിൽഡ് ആണ്. സോഡിയത്തിലെ വി ബി ഹാഫ് ഫിൽഡ് ആണ്. അല്ലെങ്കിൽ എനർജി ഗ്യാപ്പ് 0 എന്ന് പറഞ്ഞാലും മതി. സെമി കണ്ടക്ടർ ആണെങ്കിൽ എനർജി ഗ്യാപ്പ് ചെറിയൊരു എനർജി ഗ്യാപ്പാണ്. പക്ഷേ ഹൈ ടെമ്പറേച്ചറിൽ മാത്രമേ വി ബിയിൽ നിന്ന് സി ബിയിലേക്ക് ഇലക്ട്രോൺസിന് ജമ്പ് ചെയ്യാൻ പറ്റൂ. ദാറ്റ് ഈസ് വൈ ദേ ഷോ കണ്ടക്ഷൻ അറ്റ് ഹയർ ടെമ്പറേച്ചർ. അപ്പോൾ ബാൻഡ് തിയറി തീർന്നു. ഇനി ഇതിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.